ഇവിടെ കാണാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അച്ഛനോട് ഏകാദശി തൊഴാനെന്ന് പറഞ്ഞ് ഇത്ര ദൂരം വന്നത്. ഏകാദശിക്ക് വന്നു തൊഴുതാൽ സമസ്ത അപരാധങ്ങളും ക്ഷമിച്ച് അനുഗ്രഹിക്കും. അനുഗ്രഹം വാങ്ങാനാണ് ഞാൻ വന്നത്. ഇനി താമസിക്കണ്ട, അച്ഛനോട് വന്ന് വിവരം പറയൂ. ശാരദയെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള തീരുമാനവുമായിട്ടായിരിക്കും ഞാനിനി അങ്ങോട്ട് വരിക. അകമ്പടിക്കാർ കാത്തു നിൽക്കുന്നു. ഞാൻ പോയി വരട്ടെ. കൊല്ലിനും കൊലയ്ക്കും ഒരു അധികാരമുള്ളവരാണ്. നിനക്ക് കുലമഹിമയുണ്ടോ? നാട്ടിൽ നിന്റെ അച്ഛൻ മാമയുടെ സ്ഥാനമുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. ആർക്ക്? എന്റെ മകൾ ശാരദയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്നോ? മര്യാദകയുടെ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ക്ഷമിച്ചു. ഈ ഇഷ്ടമാണത്രേ. മേലാലിക്കാരും പറഞ്ഞ് നടക്കുന്നതായിട്ട് അറിഞ്ഞാൽ കുഞ്ചനായരാരാണെന്ന് നീയും നിന്റെ വീട്ടുകാരും അറിയും. ഞങ്ങൾക്ക് പണമില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം തികഞ്ഞവരാണല്ലോ. ഇനി നീ പണക്കാരനായാൽ പോലും കുഞ്ചനായരുടെ മകൾക്ക് പണം കൊടുക്കാൻ നീ യോഗ്യനല്ല. പണത്തിന്റെ കുറവുള്ളത്രേ. നാണവും മാനവില്ലാത്ത ജന്മം. നിനക്ക് കുലമഹിമയുണ്ടോ? നാട്ടിൽ നിന്റെ അച്ഛൻ മാമയുടെ സ്ഥാനമുണ്ട്. അയ്യോ, വെള്ളം. എന്താ എന്ത് പറ്റി? വെള്ളം വെള്ളം. വെള്ളം. മകനെ, നീ സത്യസന്ധനാണ്. നിന്നെപ്പോലൊരുത്തനെ കണ്ടുകിട്ടാനാണ് ഞാൻ ഇത്രയും കാലം നടന്നത്. നോക്കൂ, ഇതിൽ പഴം തുണികളല്ല, നിറയെ സ്വർണ്ണാഭരണങ്ങളാണ്. ഇതും അടുത്തു വെച്ച് ഞാൻ മരിച്ചതുപോലെ കിടന്നപ്പോഴൊക്കെ ഇത് തട്ടിക്കൊണ്ടു പോകാനാണ് ആളുകൾ ശ്രമിച്ചത്. നീ അത് ചെയ്തില്ല. അവിടുന്ന് ആരാണാവോ? ആരാണെന്നോ എവിടുന്ന് വരുന്നെന്നോ അറിയാതിരിക്കുകയാണ് നല്ലത്. തലമുറകൾക്ക് കഴിയാനുള്ള സ്വത്തുണ്ടില്ല. ഒരു കാര്യം ഓർമ്മ വേണം, സ്വത്ത് കണ്ട് അഹങ്കരിക്കരുത്. കൊണ്ടുപോയിക്കോളൂ, പൊയ്ക്കോളൂ. വീരകൃത്യങ്ങളെ വാട്ടാത്ത നാവും തവളയുടെ നാവും തമ്മിൽ എന്താ വ്യത്യാസം? ഭാരഹ പരം പട്ടകിരീടജുഷ്ടം അപ്യുത്തമാംഗം നനമേൻ മുകുന്ദം ശാവൗ കരൗനോ കുരു തപസ്സപശ്യാം ഹരേർല സത്കാഞ്ചന കങ്കണൗ. അതായത് ഹരിയെ നമിക്കാത്ത ഭൂപാലശിരസിന് കിരീടം വെറും ചുമട് മാത്രമാണ്. ഈ ഭുവനത്തെ കാത്തുപോറ്റുന്ന ആ കാരണപുരുഷനെ തൊഴാത്ത കൈകൾ സ്വർണവളകൾ അണിഞ്ഞാൽ പോലും
അവ ശവക്കൈകളാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാൻ അഹങ്കരിച്ചതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. ഇനി സമാധാനത്തോടുള്ള വിശ്രമമാണ് ആവശ്യം. അതെവിടെയാവാം. എന്താ മോളെ? എല്ലാം അച്ഛന്റെ ഇഷ്ടം. അച്ഛന്റെ സമ്പാദ്യങ്ങൾ മാത്രമേ രാജേന്ദ്രന്മാർക്ക് അപഹരിക്കാൻ കഴിഞ്ഞിട്ടു. കൃഷ്ണ, ഇവിടുന്ന് കിട്ടുന്ന ശാശ്വത ശാന്തി ആർക്കും അപഹരിക്കാൻ കഴിയില്ല മോളെ. കൃഷ്ണ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഭഗന്നാമ ജപം ഉള്ളിലും പുറത്തുമുള്ള വിഷാണുക്കളെ നശിപ്പിക്കാൻ ഉതകുന്ന ദിവ്യ ഔഷധി കൂടിയാണ്. എല്ലാ ദുഃഖങ്ങളും അവിടെ അർപ്പിക്കാം മോളെ. അതിനുവേണ്ടിയുള്ളൊരു നീണ്ട യാത്രയായിരുന്നു സ്വാമി. ഇക്കാലം അത്രയും മനസ്സിനൊരു സമാധാനമില്ലായിരുന്നു. ശരശയ്യയിൽ കിടന്ന ഭീഷ്മ പിതാമഹൻ ത്രിവിധാദികൾ നീങ്ങുന്നതിനും മനസ്സിന് സ്വാസ്ഥ്യം ലഭിക്കുന്നതിനും വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ യുധിഷ്ഠിരനെ ഉപദേശിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ ഭഗന്നാമോച്ചാരണത്താൽ മനസ്സിന് സ്വാസ്ഥ്യം ലഭിക്കുമെന്ന് ഉറപ്പാണ്. സ്വാമി, ഞങ്ങൾക്കിവിടെ എവിടെയും പരിചയമില്ല. ഒന്ന് തങ്ങാനൊരിടമുണ്ടാക്കി തന്നാൽ. ഈ നടക്കൽ നിന്നോളൂ, എല്ലാം ഏർപ്പാടാക്കാം. ആ, അതാ നട തുറന്നു. തൊഴുതോളൂ. സ്വാമി എവിടെ? അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ അച്ഛാ. ഞാൻ നോക്കിട്ട് വരാം. ശാരദേ, നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല, അച്ഛനുണ്ട്. എന്നെ മനസ്സിലായില്ല. ഓ, എവിടെയോ വെച്ച് കണ്ട ഓർമ്മ. എവിടെയോ വെച്ചല്ല, നിങ്ങളുടെ തറവാട്ടിൽ വെച്ച്. മകളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്ന ഒരുത്തനെ ആട്ടി ഓടിച്ചത് ഓർമ്മയുണ്ടോ? മോനെ, എന്നോട് ക്ഷമിക്കും മോനെ. അന്ന് ഞാൻ അഹങ്കരിച്ചതിന്റെ ഫലം ഇന്നെനിക്ക് കിട്ടി. എന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് നാടുവായുടെ ആൾക്കാർ കണ്ടുകെട്ടി. ഇവൾ, എന്റെ മകൾ, ഇന്ന് അനാഥയാണ്. ഇന്ന് ആരും ഒന്ന് ചോദിച്ചാലും പിടിച്ചു കൊടുക്കാവുന്ന നിലയിലാണ്. എല്ലാം ഞാൻ അറിഞ്ഞു. ആ, ഇനി അറിയാത്തവരാരുമില്ല. വിനാശകാലയെ വിപരീത ബുദ്ധി. വിധിയെ തടുക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇപ്പോ എവിടേക്കാ? ഇവളില്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. മോൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യും. മോന്റെ വിവാഹമൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. വീട്ടിലെ ഒരു ജോലിക്കാരിയായിട്ടെങ്കിലും ഈ കുട്ടിയെ കൊണ്ടുപോകാമോ? വീട്ടുകാരിയായിട്ട് ആയാലും. ഒരു ഭാര്യയുള്ളപ്പോൾ സ്വത്ത് എത്രയുണ്ടെങ്കിലും അത് ശരിയാവുമോ? ഞാൻ വിവാഹം കഴിച്ചത് ശാരദയെ തന്നെയായിരുന്നു. മറ്റൊരു സ്ത്രീക്ക് എന്റെ മനസ്സിൽ സ്ഥാനമില്ല. ഭഗവാനെ, ഗുരുവായൂരപ്പ, അങ്ങനെ പോയിച്ചത് വെറുതെ ആയില്ല. മോളെ, ഇതാ മോളെ,
എന്റെ മോള്, നീ ഇഷ്ടപ്പെട്ട എന്റെ മോള്. ഭഗവാൻ നിങ്ങളെ രക്ഷിക്കട്ടെ.